ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബെസ്റ്റ് വൺ മസ്റ്റ് വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ ജിമ്മിൽ പോകാനുള്ള തിരക്കിലാണ്. മുട്ട കഴിക്കുവാണ്. മുട്ട കഴിച്ചിട്ട് പോകണം. ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്ന് ചെസ്റ്റ് വർക്കൗട്ടാണ് കേട്ടോ. രാവിലെ ചെസ്റ്റും വൈകുന്നേരം ട്രൈസും. അപ്പോൾ രണ്ടും ഡബിൾ കളിക്കാൻ രാവിലെ ചെയ്യാനുള്ള ടൈം എനിക്കില്ല. അതുകൊണ്ടാണ് സിംഗിളായിട്ട് രാവിലെ വൈകിട്ടുമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുട്ട ഒന്ന് റെഡിയാക്കട്ടെ. മുട്ട കഴിച്ചാൽ സുലി തന്നെ കളിയാക്കിട്ട് പോയി. ഇനി ഇങ്ങനെയല്ലാതെ ടൈമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെ. ഇനി പെട്ടെന്ന് ജിമ്മെത്തണം. അപ്പോൾ ജിമ്മിലെത്തിയിട്ട് കാണേ. സംഭവം ജിമ്മിൽ വന്നപ്പോഴേ സമയം ഒരുപാട് താമസിച്ചു പോയി. അതുകൊണ്ടാണ് വർക്കൗട്ട് വീഡിയോ എടുക്കാതിരുന്നത്. അതുകൊണ്ട് വർക്കൗട്ട് സ്പീഡപ്പ് ആക്കിയിട്ട് പെട്ടെന്ന് വർക്കിന് പോകണം. അതുകൊണ്ടാണ് വർക്കൗട്ട് വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട് വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങി ഇനി വീട്ടിലോട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി സുഹൃത്തുക്കളെ. ഇനി ഞാൻ അടുക്കളയിൽ എന്തൊക്കെയോ പാചകത്തിലാണ്, എന്തൊക്കെയാണെന്ന് നോക്കാതെയാണ് ഞാൻ പോയത്. എന്തൊരു കറി? എന്തൊരു കറി? കാപ്പി എന്തൊരു? പൊടിക്കാത്തത് കറി. കറി എന്തേര്? അത് ചോറിനോടെ മീൻകറി ഇല്ലേ? മീൻകറി ഇല്ല, അപ്പൊ ഞാൻ സോയ വെച്ചു. അപ്പൊ ഞാൻ പോട്ടാ. എവിടെ? അപ്പൊ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് റെഡി ആവോ? എന്തൊരു വെള്ളപ്പൊക്കം. പിന്നെ പല്ലിയൊക്കെ തന്നെ മുട്ട തന്നെ അതുകൊള്ള. അപ്പൊ ഞാൻ പോണേ. പെട്ടെന്ന് സെറ്റാക്ക് പവർ വരട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ കുളിച്ച് ഫ്രഷായി റെഡിയായിട്ട് ഇരിക്കുവാണ്. എനിക്ക് ഇതുവരെ ഫുഡ് കിട്ടിയിട്ടില്ല. വെറുതെ ആണ് കേട്ടോ ഫുഡ് എടുക്കുകയാണ്. വെറുതെ പറഞ്ഞു. ടൈമുണ്ട്, കുറച്ചുകൂടെ ടൈമുണ്ട്. മുടി വെട്ടാറായി. മുടി വെട്ടണം. നമുക്ക് ഉടനെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. ആ കല്യാണം ആ ടൈം ആകുമ്പോഴത്തേക്കും മുടി വെട്ടാം. ഇത്രയും മുടിയൊന്നും ഞാൻ സാധാരണ വളർത്തത്തില്ല. മന്ദം എന്തിനു പറഞ്ഞ മഞ്ഞ ഇതെന്തിനടി? ബീഫാ? ഓ മാൻ, സോയ. താങ്ക് യു. കഴിക്കട്ടെ. ഗ്യാസ് ഈ ഗ്യാസ് ഇതെവിടെ നേരി വരുന്നു? കഴിക്കട്ടെ സുഹൃത്തുക്കളെ. കുറച്ച് കിഴങ്ങറിയും കുറച്ച് സോയയും കുറച്ച് മീൻകറിയും കൂടെ ഉണ്ടായിരുന്നു പൊളിച്ചാൽ. അപ്പോൾ ഞാൻ തീർക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഇറങ്ങുവാണേ. പുലേ ടാറ്റാ. ഞാൻ പോണം. ചട്ടി എടുത്തോ. പൊടി കൊടുക്കാൻ എടുക്കാം. എടുത്തോ. പൊടിയാ സിമെൻറ്റ് പൊടി കൊടുക്കാടാ. നല്ല ചട്ടിയേ. ഒരു 5 അടി 3 അടി
ഓ 4 അടി 5 അടി നോക്കുന്നത് 4 അടിയല്ലോ. ഡോർ അടച്ചിട്ട് വാ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് പോകണം, കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. ഇന്നത്തെ വർക്ക് വന്നിട്ട് ഇവിടെയാണ്. മുകളിൽ ആ ഫ്രണ്ട് സൈഡ് പാരപ്പറ്റൊക്കെ തേക്കാനുണ്ട്. ഇവിടെ നിന്ന് ലോഡ് കുറച്ച് കയറ്റുന്നുണ്ട്. നമ്മൾ ലോഡ് കയറ്റിയിട്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് പോയത്. അപ്പോൾ ഒരാൾക്ക് താഴെയാണ്. അപ്പോൾ വർക്ക് ഒരുവിധമായി. ചാന്തെല്ലാം കൊടുത്തു. പുള്ളി നമ്മുടെ ഒരു മേശരി ഇവിടെ നിന്ന് പണിയുന്നുണ്ട്. ബാക്കി 2 പേര് താഴെയാണ്. അപ്പോൾ അതാ ഈ ഫ്രണ്ട് പാരപ്പറ്റും ആ ഭിത്തിയാണ് തേക്കുന്നത്. അത് രണ്ടും കണക്റ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കി ചാന്ത ഇത്രയുണ്ട്. അതിൻ്റെ ബാക്കി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെയാണ് കേട്ടോ വർക്ക്. താഴെ 2 പേര് അല്ലാതെ നിന്ന് പണിയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകണം. മിനിഞ്ഞാന്ന് ലെഗ് വർക്കൗട്ട് ആയതുകൊണ്ട് എനിക്ക് കയറി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മുകളിലത്തെ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി അകത്താണ്. അകത്തേക്ക് സാധനം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഭാഗത്തേക്കുള്ളതാണ്. അപ്പോൾ 2 ഭാഗത്തേക്കുള്ളതും സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴോട്ടുള്ള പണിയാണേ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സംഭവം കയറി ഇറങ്ങിയിട്ടുള്ള ജോലിയായിരുന്നു. സംഭവം മുകളിൽ നിന്ന് താഴെയും താഴെ നിന്ന് മേലോട്ടൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം. അതൊക്കെ കണ്ടാണ് മറ്റുള്ള വീഡിയോസ് എടുക്കാൻ പറ്റായിരുന്നത്. ഇപ്പോൾ നമ്മൾ 1 മണി കഴിഞ്ഞ് ചോറ് കഴിക്കാൻ പോവാണ്. നമ്മളെ ചെറുക്കനുണ്ട് കൂടെ. നമ്മൾ ചോറ് കഴിക്കാം. ഇന്നത്തെ എൻ്റെ പാത്രത്തിലെന്ന് പറഞ്ഞാൽ ഫുള്ള് സാധനങ്ങളാണല്ലോ. ഇത് മീൻകറിയാണ്. ഇന്നലത്തെ കുറച്ച് മീൻകറി ഉള്ളായിരുന്നു. അതുകൊണ്ട് കുറച്ച് മീൻകറി. പിന്നീട് സോയയാണ് എൻ്റെ ഫേവററ്റ് സാധനം, സോയ. പിന്നീട് അവിയലിങ്ങോട്ട് വയ്ക്കാം. പിന്നെ പൊരിച്ച തലയെല്ലാം ഇങ്ങോട്ട് മാറ്റിക്കില്ലെങ്കിൽ മുള്ള് സെറ്റാവും. അപ്പോൾ ഇതെല്ലാം കൂടെ സെറ്റാക്കി കുറച്ച് അവിയലും കുറച്ച് സോയയും കുറച്ച് പൊരിച്ച മീനും മീൻ ചാറും എല്ലാം കൂടെ ഇട്ട് ഇളക്കി ഞാൻ കഴിക്കുവാണേ. പനി കഴിച്ചിട്ട് കാണാവേ. ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങിയായിരുന്നു കേട്ടോ വൈകുന്നേരം. ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ വൈകുന്നേരത്തെ വർക്കൗട്ടും കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, അമ്മ വന്ന് കയറി പോണം. അമ്മ വന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മ പോയാ. എപ്പോൾ വന്നു? ഇതാര് ഫോണിലെന്തേലും വീഡിയോ അത് പോസ് ചെയ്തേ. എപ്പോൾ വന്നു? 5 മണിയായി. ഇന്ന് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പോണുള്ളൂ. കുഞ്ഞു വാവേനെ ഒരു പരുവൊക്കെ ആക്കി. കുഞ്ഞുവാവനെ പരുവാക്കിയിട്ടാ പോകണം. കുഞ്ഞു വാവ നല്ലപോലെയൊക്കെ ആക്കിയിട്ട് പോവാം. അല്ല വിടുന്നില്ല. പോണില്ല, മതിയാക്കി വന്നില്ല. 1 മാസം ജോലിക്ക് പോയതല്ലേ, ചുമ്മാ അവിടെ ഇരുന്നുണ്ട്. ഞാൻ ഇന്നലെ അല്ലുവിൻ്റെയും വീട്ടിൽ നിന്ന് കല്ലൂനൊക്കെ പനിയടാ തന്നെ. അല്ലുവിന് 2ാമതും പനി വന്നു. അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടേക്ക് പോകണുള്ളൂ. ഇനി ഇടയ്ക്കൊരു പോക്കില്ല. ഇനി കുഞ്ഞു വാവേനെയൊക്കെ എടുത്ത് കുഞ്ഞു വാവയൊക്കെ സുര ഒറ്റയ്ക്കെത്തി കുളിപ്പിച്ച് പഠിപ്പിച്ചിട്ടൊക്കെ പോകും. എല്ലാം ഒക്കെ റെഡിയാക്കിയിട്ട് ഇനി പോണോളൂ. ഇനി പോണില്ല, ജോലിയേ ഉള്ളു, പോണില്ല. അടുക്കള എന്തേലും മേടിച്ചോണ്ടു പാപ്പം? അരി സാധനങ്ങളെല്ലാം മേടിച്ചു വെക്കളെ. പാപ്പം മുട്ട ബസ് മേടിച്ചു, അതേ ഉള്ളു. എനിക്ക് കവറിൽ കെട്ടി പാപ്പം കെട്ടിയെന്ന് മേടിച്ചത്. അതാ എന്നാ എന്റെ പൊന്നുമോനെ കവറിൽ കെട്ടി സാധനം. ഇത് എന്നെ കാണിക്കണെന്തിന്? ചുമ്മാ എണ്ണിപ്പടിയുടെ. അത് കുഴപ്പമില്ല, ഇത്ര ദിവസം ഞാൻ മേടിച്ചില്ല. ഇനി കുറച്ചൊക്കെ നിങ്ങൾ മേടിക്കും. എന്റെ പൊന്നെ എന്ത് തീ പിടിച്ച വിലയുടെ മോനെ. സാധനങ്ങൾക്കൊക്കെ വില തന്നെ. ലിസ്റ്റ് കാണുമ്പോ ഗൈസ് അമ്മ വന്ന് 1 കെട്ട് സാധനമായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് സാധനങ്ങൾ വാങ്ങണ്ട. ഇതെന്തിന് കോഴി ഇതിൻ്റെ അകത്തൊന്ന് മുട്ടയിട്ടാ? എന്തിനടി എൻ്റെ അടുത്ത് മുട്ട വാങ്ങാൻ പറഞ്ഞത്? തന്നെ കുഴപ്പമില്ല. അത് എന്തിനാണ് വിതച്ചതെങ്കിലും അത് കൊയ്യുന്ന ഞാനാണ്. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള ഗൈസ്, അല്ല സുഹൃത്തുക്കളെ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ ബൈ.